ചെറുപ്പക്കാരാ, കൂട്ടുകാരാ, നമ്മളെ നോക്കിയിട്ടാണ്, ശബാബിനെ നോക്കിയിട്ടാണ്. യുവത്വമാണല്ലോ ഇന്നത്തെ വിഷയം. ഓരോ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും ലഹരിയിലേക്കും ഫെമിനിസത്തിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും ഇങ്ങനെ തുടങ്ങി പുതിയ തലമുറയുടെ ഓരോ ചുവടുവെപ്പുകൾ ചെന്നെത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മാറി അല്ലാഹനെ പേടിച്ചവന്റെ ദീന് മുറുകെ പിടിച്ച് ആ തഖ്വയിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ, ഇബാദത്തിനായി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ, ഇന്നല്ലാഹ യുബാഹി മലായികതഹു ബിശ്ശാബിൽ ആബിദ്, നല്ല ആരാധനാനിമഗ്നനായി അല്ലാഹനെ പേടിച്ച് തഖ്വയിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരാ, നമ്മളെ കണ്ടിട്ട് അല്ലാഹു ബഹുമാനം പറയും, അഭിമാനം പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വിഭാഗമാണ് എല്ലാവരും നന്മയിൽ നിന്ന് പിൻവലിയുമ്പോ, എല്ലാവരും നന്മയിൽ നിന്ന് ബാക്കോട്ടടിക്കുമ്പോ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ നന്മയുടെ വിഷയത്തിൽ മുന്തിയിട്ട് അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ, നല്ല നന്മയുടെ പ്രവർത്തകനായി നാട്ടില് സജീവമാണ്. സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് അവൻ മുന്നിലാണ്. ആരെയും കണ്ണീരൊപ്പാൻ അവൻ മുന്നിലാണ്. സാധുക്കളുടെ വിഷയത്തിൽ അവൻക്ക് വല്ലാത്ത ഉത്സാഹമാണ്. പലരും ബാക്കോട്ടടിക്കുന്ന പൊതുപ്രവർത്തനങ്ങളിൽ അവൻ നല്ല ആത്മാർത്ഥമായി മറ്റു കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല, ആളാകാനല്ല, പേരെടുക്കാനല്ല, റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ച് മുന്നോട്ട് വരുന്ന ആളാരാണോ അവനെ കണ്ടും അല്ലാഹു അഭിമാനിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ ജീവിതം അല്ലാഹ് അഭിമാനിക്കുന്നൊരു ജീവിതമായി മാറണം. അല്ലാഹു തആല ഈ ഹംകിനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. എന്താ ഇതിനെങ്ങനെ ഭൂമിന്റെ മീത്ത നടത്തിയിട്ട് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ അല്ലാതെ അൽഹംദുലില്ലാഹ് അള്ളാഹു പൊരുത്തപ്പെടുന്നൊരു ജീവിതം നമുക്ക് കഴിഞ്ഞ കാലത്തേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നമുക്ക് കിട്ടിയാൽ, ഒരു ചേഞ്ച് നമ്മുടെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിനൊന്ന് ഒരു പാകപ്പെടുത്തൽ, ഒരു തൗബ ചെയ്ത് കലങ്ങിയ എല്ലാ കലക്ക് വെള്ളവും മാറ്റി എല്ലാ കറകളും കഴുകി കളഞ്ഞ് പുതിയ ഒരു മനസ്സും പുതിയൊരു ജീവിതവും പുതിയ ഒരു മെന്റാലിറ്റി ആയിട്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കണം. അള്ളാഹു നല്ല ജീവിതം സമ്മാനിക്കട്ടെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെയുള്ള ആയുസ് അല്ലാഹു നീട്ടിത്തരട്ടെ. നമ്മൾ ഒരുപാട് ആളുകളുണ്ട്, പല വിഷമങ്ങൾ അനുഭവിക്കുന്നവർ. സർവർക്കും അല്ലാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും സലാമത്ത് നൽകുമാറാകട്ടെ.